ഹലോ ചങ്ങന്മാരെ, ഞാൻ ഇന്ന് കുറച്ച് വിശേഷം കണ്ടതിൻ്റെ ഉച്ചക്ക് ഉണ്ടാക്കിയ ഫുഡ് പുറത്ത് മഴയെല്ലാം വരുമ്പോഴേക്ക് നല്ല കഴിക്കാൻ പറ്റിയ ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയത്. ഉച്ചക്ക് കറി ഇപ്പം മീൻ കൂട്ടാൻ കാലെല്ലാം ചെല്ലുന്നതും കൊണ്ട് എന്താക്കുന്ന കറിക്ക് എന്തോ ആക്കാനില്ല. അപ്പോൾ തേങ്ങാനെ ചമ്മന്തിയാക്കി, നല്ല ചമ്മന്തിയാക്കി. പിന്നെ ഇത് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേങ്ങിയത് എല്ലാം മുളപ്പിച്ചിട്ടുണ്ട് ഒരു സെറ്റ്. അപ്പം അതും മുളപ്പിച്ചിട്ട് പിന്നെ അതും വേവിച്ചിട്ടെടുത്ത് ചമ്മന്തി, ചോറ്, മുട്ട ഓംലേറ്റ്, അതെന്ത് കമോൺ തൈര്, യെസ്, അതെല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ച് മക്കളെ എന്ത് ടേസ്റ്റ്. എനിക്ക് ഇങ്ങനത്തെ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കോംപ്രമൈസ് ചെയ്യില്ല. എനിക്ക് മീനിൻ്റെ കറി അല്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് അതിലേതിലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ ഒരു നാടൻ ഫുഡ്. അതിലോരോരോ സാധനം എടുത്തിട്ട് ചോറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ തിന്നണം. അപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. അതെനിക്ക് നേരെ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്താ പറയുക, ഒരിക്കൽ മഴ വരുന്നു, ഒരിക്കൽ വെയിൽ വരുന്നു, ഒരിക്കൽ മഴ വരുന്നു, ഒരിക്കൽ വെയിൽ വരുന്നു. ആദ്യം ഏലൊക്കെ ഒന്ന് ഉറച്ചിട്ട് നിൽക്കണം. മഴയെങ്കും വെയിലായെങ്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെന്ന് അറിയിക്കാൻ മഴ വരുന്നു, ഞാനുണ്ടെന്ന് അറിയിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ആര് വരുന്നു, വെയിലും വരുന്നു. എന്നിട്ട് ഒരിക്കൽ തുണിപ്പാ പുറത്തിടുന്നു, ഒരിക്കൽ ഉള്ളിലിടുന്നു. അതിൻ്റെ ഇടയിൽ റെയിൽവേ ട്രാക്ക് തെറ്റിയിട്ട് എപ്പോഴും വരുന്ന ഒരു ട്രെയിൻ ഞങ്ങളെ പരിക്കിയത്. നിങ്ങളവിടെ ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കും. 1000 കുറി പുറത്തിടുന്നു, 1000 കുറി ഉള്ളിലിടുന്നു. ഇത്ര വലിയ സിറ്റ് ഔട്ടാക്കിയ ഒരു ഉണ്ട്. എന്താ പറയുക, ഞങ്ങൾ ഉള്ളിൽ മയക്കിങ്ങനെ ഡ്രസ്സ് ഇടാനൊന്നും കഴിഞ്ഞില്ല. ഏകദേശം ഒരു ചെറിയൊരു ബെയിലെല്ലാം വന്നെങ്കിൽ ബെയ്യ ആ സീറ്റിൽ ഇങ്ങനെ വിരിച്ചിട്ടിരുന്നു. നല്ല ബെയ്യ ഉണങ്ങിയിട്ട് കിട്ടുന്നത്. ബെയ്യ നോക്കുമ്പോഴേക്ക് ഇത്ര നേരം വന്ന ബെയിൽ പോലെയല്ല അക്സ്യത്തിൻ്റെ മഴ. മാഷാല്ല, മഴ വരുമ്പോഴൊക്കെ നല്ല പൊലിസുവാന്ന്, ബർക്കത്തല്ലേ, മഴ വരണ്ടാന്നല്ല, നല്ല മഴ തന്നെ. പക്ഷേ ഇപ്പോഴത്തെ മഴ കാണുമ്പോൾ പേടിയുവാണ്. നല്ല മഴ, ഇവിടെ ഫുള്ള് സിറ്റ് ഔട്ടെല്ലാം കവറാകും. കുറച്ച് മഴ വന്നെങ്കിൽ തന്നെ പുറത്ത് ആ മഴ ഒരു ആസ്വദിക്കാനെന്തോ കഴിയുന്നില്ല സീറ്റിലിരുന്നിട്ട്. അങ്ങനത്തെ മഴ വരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴ എന്തോ കുറയുന്ന കാണുന്നില്ല. ഞാൻ നേരെ പോയിട്ട് മോളെ കൂട്ടാൻ പോയി, ഓളെ വണ്ടി വരാനായി കൂട്ടാൻ പോയി. ഓൾ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓളെ ഹോംവർക്കെല്ലാം ചെയ്ത്. അപ്പോൾ ഈ കുരിപ്പ് ഒന്നിനും വിടുന്നില്ല. ഇറേസർ വേണം, ഓളെ പെൻസിൽ വേണം, അത് വേണം, ഇത് വേണം. ലാസ്റ്റ് കൈ നീട്ടി സമാധാനത്തിൽ കേട്ട് തരുന്നില്ല. ഒന്ന് കൊടുത്തിട്ടാകുമ്പോൾ തന്നു. ഇത് തന്നെ ടാറ്റാ.